ശ്രീ റോണി കെ ബേബി, വർഷങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. ഉത്തരവാദ ബോധത്തോടുകൂടി പൊതുസമൂഹത്തിന്റെ മുൻപിൽ അഭിപ്രായം പറയേണ്ടതിന് പകരമാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രപതിയെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശത്തിലേക്ക് കടന്നത്. നാളെ ഇനി ബജറ്റ് അവതരണമാണ്. ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് അവതരണത്തിന് ശേഷവും ഇതുപോലെയുള്ള തളർന്നോ, വെള്ളം കുടിച്ചോ തുടങ്ങിയ പരാമർശങ്ങൾ തന്നെയാകുമോ? അതോ അതിലെങ്കിലും ഒരു കൃത്യമായ അടിസ്ഥാനമായ വിമർശനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ നടത്താൻ കോൺഗ്രസ് തയ്യാറാകുമോ? ചൂണ്ടിക്കാണിച്ചതുപോലെ 140 വർഷത്തെ ചരിത്രമുള്ള ഐതിഹാസികവും ഉജ്ജ്വലവുമായ ചരിത്രമുള്ള പ്രസ്ഥാനം തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അല്ലാതെ 2014 ഇവിടെ ബഹുമാനപ്പെട്ട നസ്രുൽ ജഹൻ പറഞ്ഞതുപോലെ 2014 ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷമല്ല ഇന്ത്യയുടെ ചരിത്രവും ഈ കാണുന്ന വളർച്ചയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ പറഞ്ഞ നെഹ്റു, അദ്ദേഹം 10 വർഷം ജയിലിൽ കിടന്ന ആളാണ്. കൃത്യമായി പറഞ്ഞാൽ 3462 ദിവസം സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ എത്ര നേതാക്കൾ സമരത്തെ മാഡം നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും ഇടപെട്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ അതെന്റെ ഒരു ജനാധിപത്യ മര്യാദയാണ്. ഇപ്പോൾ എന്റെ ഊഴമാണ്, എന്റെ സമയമാണ്. BJP-യും നിങ്ങളും ഒക്കെ ഒന്ന് തൂത്തുവായിച്ചു കളഞ്ഞാലും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രവും ഒന്നും ഒരിക്കലും ഇല്ലാതാകാൻ പോകുന്നില്ല. 1948 ജനുവരി 30 മഹാത്മാഗാന്ധി, അല്ലെങ്കിൽ താനൊരു സനാതന ഹിന്ദുവാണ് എന്നും പറഞ്ഞിരുന്ന അഭിമാനിച്ചിരുന്ന മഹാത്മാഗാന്ധി എങ്ങനെയാണ് വെടിയേറ്റ് മരിച്ചതും ഇതിന്റെ ഒന്നും ചരിത്രത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അപ്പോൾ എല്ലാം BJP-യും ശ്രീ നരേന്ദ്രമോദിയും കൊണ്ടുവന്നതാണെന്നും കോൺഗ്രസ് ഈ രാജ്യത്ത് ഒന്നും കൊണ്ടുവന്നില്ല എന്നൊക്കെ പറയുന്നത് ഈ രാജ്യത്ത്, കാരണം ഇപ്പോൾ അങ്ങ് പറഞ്ഞു പ്രിയപ്പെട്ട സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രി പദം കിട്ടാത്തതിലുള്ള സ്വസ്ഥതയാണത്രേ, അസഹിഷ്ണുതയാണത്രേ ഇപ്പോൾ സോണിയാഗാന്ധി വിമർശിക്കുന്നത്. അങ്ങേക്ക് കൃത്യമായിട്ട് അറിയാം, 2004 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ സർക്കാർ ഉണ്ടാക്കുന്നതും 2019 210 സീറ്റുമായി കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരുമ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നയിച്ച ആ വ്യക്തിയുടെ പേരെന്ന് പറയുന്നത് സോണിയാഗാന്ധി തന്നെയാണ്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അവർ ആഗ്രഹിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് അവർക്ക് നിഷ്പ്രയാസം വരാമായിരുന്നു, ആരും പറയാനില്ലായിരുന്നു. എങ്കിലും ആ പ്രധാനമന്ത്രി പദം പോലും തടസ്സങ്ങളും ഉണ്ടായിരുന്നു. ഒരു സാങ്കേതിക തടസ്സമില്ലായിരുന്നു. അവിടെ കോൺഗ്രസിനെ പിന്തുണച്ച മുഴുവൻ പാർട്ടികളും എന്ന് പറഞ്ഞത് സോണിയാഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് ഒരു നിയമ തടസ്സമില്ല. ഞാനേ നിങ്ങളുടെ സുബ്രഹ്മണ്യ സ്വാമി ഉൾപ്പെടെ എത്രയോ നേതാക്കൾ സുപ്രീം കോടതി പോയി എത്രയോ കേസുകൾ നടത്തി, ഇപ്പോഴും നടത്തുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു കോടതിയിൽ പറഞ്ഞിട്ടുണ്ടോ സോണിയാഗാന്ധിക്ക് അവര് ഇന്ത്യൻ പാർലമെന്റൊക്കെ അല്ലേ, ഇപ്പോഴും ഒരു ഇന്ത്യൻ പാർലമെന്റൊക്കെ അല്ലേ, ഇന്ത്യൻ പാർലമെന്റിന്റെ അംഗമായ ഒരാൾക്ക് നിഷ്പ്രയാസം ഇന്ത്യയുടെ ഏത് പ്രധാനമന്ത്രിയോ മന്ത്രിപദമോ? ഒരു കാര്യം മനസ്സിലാക്കണം, 38 വർഷമായി നെഹ്റു ഗാന്ധി കുടുംബത്തിൽ നിന്നും ഒരു മന്ത്രി ഈ രാജ്യത്തുണ്ടായിട്ട്, ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തുണ്ടായിട്ട്, എന്നിട്ടും ഈ രാജ്യത്തെ ജനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്നുണ്ട്. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ 25% വോട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. നിങ്ങൾ BJP-യുടെ വ്യത്യാസം 9% ഉള്ളൂ. ഇന്നും 4 ഇന്ത്യക്കാർ ഇന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ തന്നെയുണ്ട്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന കുറെ പെരും നുണ കഥകൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പറയുന്ന കോൺഗ്രസ് ഈ രാജ്യത്തെ വനവാസികൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അങ്ങേക്ക് കൃത്യമായി അറിയാമല്ലോ, 2013 വനാവകാശ നിയമം കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 25 ലക്ഷത്തോളം വനവാസികൾക്കാണ് സ്വന്തമായി ടൈറ്റിൽ, സ്വന്തമായി പട്ടയം, സ്വന്തമായി ഭൂമിയിൽ അവകാശങ്ങൾ കൊണ്ടുവന്നത് വനാവകാശ നിയമം. അത് കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് 30 കോടി ആളുകളെ. ഡോക്ടർ മൻമോഹൻ സിംഗ്, ഇതൊക്കെ നമുക്ക് പിന്നെ മാറ്റിവെച്ചുകൊണ്ട് എന്താ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ, ഞാൻ വിശദമായ ചരിത്രത്തിലേക്ക് ഒന്നും പോകുന്നില്ല, എന്തായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പിന്നെ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താണെന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. ഇവിടെ ഇപ്പോൾ പറയുന്നു കോൺഗ്രസ് ആണ് ഇത്ര ഈ രാജ്യത്തെ വെട്ടിമുറിച്ചത്. ഇന്ന് RSSന്റെയും തുരുച്ചി ഗോൾവാൾക്കറൊക്കെ നിലപാട് എന്തായിരുന്നു? ഇപ്പോൾ തന്നെ ഗോൾവാൾക്കർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കത്തില്ല, ഈ ഭരണഘടനയെ അംഗീകരിക്കത്തില്ല. ഇന്ന് വല്ലാണ്ട് രാജ്യസ്നേഹം പറയുന്നുണ്ടല്ലോ, ഈ വല്ലാണ്ട് ഞങ്ങളൊക്കെ ഇപ്പോൾ രാജ്യഭരിത്തില്ല. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി 10,000-കണക്കിന് ആളുകള് ജീവഹോമം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പേരില്ല. നിങ്ങൾക്ക് എത്ര RSSകാരെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും, എത്ര ഹിന്ദു മഹാസഭക്കാരെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി? നിങ്ങൾക്ക് ഒരു സംഭാവന ഇല്ലാത്തതുകൊണ്ട് സർദാർ പട്ടേലിനെ നിങ്ങൾ കാവ്യം പതപ്പിക്കാൻ നടക്കുന്നു, അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്ര ബോസിനെ കാവ്യം പതപ്പിക്കാൻ വേണ്ടി നടക്കുന്നു, അല്ലെങ്കിൽ പ്രണബ് കുമാർ മുഖർജിയെ കാവ്യം പതപ്പിക്കാൻ വേണ്ടി നടക്കുന്നു. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ രാജ്യത്തിന്റെ ചരിത്രം അവിടെ തന്നെ ഉണ്ടാവും. ഈ രാജ്യത്തിന്റെ DNA-യില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവും. എത്രയോ കോടി ആളുകളെ, കാരണം അമേരിക്കയിൽ നിന്നും US-64 പദ്ധതിയിൽ ഒരു കപ്പൽ വരാൻ വേണ്ടി കാത്തിരുന്ന രാജ്യം ഇന്ത്യ. 40-കളിലെ ബംഗാൾ ഫാമയിൽ 15 ലക്ഷം ആളുകളെ പട്ടിണി കണ്ടു മരിച്ചത്. ആ രാജ്യത്തെ ഹരിത വിപ്ലവത്തിലൂടെ പഞ്ചശീല അല്ലെങ്കിൽ ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതികളിലൂടെ ഒക്കെ കൊണ്ടുവന്ന് രാജ്യത്തെ കൈപിടിച്ചുയർത്തി PDS പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇന്ത്യയിൽ 5.5 ലക്ഷം ഗ്രാമങ്ങളുണ്ടെങ്കിൽ 5.5 ലക്ഷം റേഷൻ ഗവൺമെന്റിനുണ്ട്. ഭക്ഷ്യസുരക്ഷാ നിയമത്തിലൂടെ, വനാവകാശ നിയമത്തിലൂടെ, വിവരാവകാശ നിയമത്തിലൂടെ. അപ്പോൾ എല്ലാം ഈ പറയുന്ന മോദി സർക്കാർ കൊണ്ടുവന്നിട്ടാണ്. ഞങ്ങളാരും പിന്നെ ആദിവാസികൾക്ക് വേണ്ടി ഒന്നും, അല്ലെങ്കിൽ വനവാസികൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ഏറ്റവും അധികം ഇന്നും എന്താ BJP കരുതുന്നത്? അവസാനം ഇപ്പൊ എന്താ ഏകീകൃത സിവിൽ കോഡ് വന്നു. അവസാനം അവർ പറഞ്ഞു ശരി
ഞങ്ങൾ ഈ പറഞ്ഞ വനവാസികളെ ഇതിന്റെ അകത്ത് നിന്ന് ഒഴിവാക്കിയേക്കാം. കാരണം കാരണം എന്താ? കാരണം BJPക്ക് അറിയാം അവരുടെ അജണ്ടകൾ ഈ രാജ്യത്ത് നടപ്പാക്കാൻ പോകുന്നില്ല. അവസാനം എന്ത് ചെയ്തു? വലിയ പ്രതിഷേധം ഉണ്ടായി. BJP തന്നെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ടായി. ഇപ്പോൾ എന്ത് ചെയ്തു? വനവാസികളെ, ഷെഡ്യൂൾ ട്രൈബ് വിഭാഗക്കാരെ അതിനകത്ത് ഒഴിവാക്കാം. അതാണ് ഞങ്ങൾ ഇത്രയും കാലം ഞങ്ങൾ കൂട്ടുനിർത്തിയത്. നിങ്ങൾ ഈ പറയുന്ന വൈവിധ്യങ്ങളെയും ബഹുസ്വരതകളെയും എല്ലാം കൂട്ടുനിർത്തി. ഇവിടെ ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ പറഞ്ഞു വൈവിധ്യങ്ങളുടെ മുകളിൽ ഒരു ഏകതയാണ് ഇന്ത്യ. ആ വൈവിധ്യങ്ങളുടെ മുകളിൽ ഏകത എന്ന് ആദ്യമായി പറഞ്ഞത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അദ്ദേഹത്തിന് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന പുസ്തകത്തില് ആ ബഹുസ്വരതയെ തകർക്കുവാൻ, ആ ബഹുസ്വരതയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എവിടെ പോയി? ഒരു രാജ്യം ഒരു പാർലമെന്റ് അവിടെ പോയി JDU പറയുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നില്ല, ഇവിടെ നടക്കാൻ പോകുന്നില്ല, ഇതൊന്നും നടക്കാൻ. അപ്പൊ നിങ്ങൾ തന്നെ പറയുക. ബഹുമാനപ്പെട്ട മിശ്ര പറഞ്ഞു മണിപ്പൂരിൽ സംഭവിച്ചതിന് പേരിൽ ക്ഷമ ചോദിച്ച നേതാവിന് ഒരു ബിരേൻ സിംഗ് ആണ് മുഖ്യമന്ത്രി. അദ്ദേഹം ഏത് പാർട്ടിക്കാരനാ? BJPക്കാരനാ. 2 വർഷം അവിടുത്തെ കലാപം തടയുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി മാപ്പ് ചോദിച്ചത് BJP മുഖ്യമന്ത്രിയാ. ഇപ്പോൾ ആ മാപ്പ് ചോദിച്ചപ്പോൾ എന്താ? ഞങ്ങളിവിടെ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങള് ബഹുമാനപ്പെട്ട മിശ്ര പറഞ്ഞു വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് ക്രിസ്ത്യാനികൾക്കും മുസൽമാന്മാർക്കും ഒക്കെ ഇവിടെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാനങ്ങൾ കിട്ടിയത്. അത് വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണഘടനയിൽ ആർട്ടിക്കിൾ 29, 30 ഈ പറയുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ എഴുതി കൊണ്ടാ. ഇത് ഒരു BJPയുടെ ഔദാര്യമില്ല. ഇപ്പോൾ പറയുന്നു ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒരു അതിക്രമം നടക്കുന്നില്ല. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ജനുവരി 8-ാം തീയതി ഡൽഹിയിൽ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞ എന്താ? 864 അതിക്രമമാണ് ക്രിസ്ത്യാനികൾക്കെതിരെ കഴിഞ്ഞ 1 വർഷത്തിനകം ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നത്. അത് ഏറ്റവും കൂടുതൽ നടന്നത് ഉത്തർപ്രദേശിൽ യോഗി ഭരിക്കുന്ന സംസ്ഥാനത്ത്. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണോ? നിങ്ങൾ പറ. ചെങ്കിൽ കൈ ചേർത്ത് പിന്നെ പറയുന്നു സിഖുകാർ കോൺഗ്രസിൽ ആട്ടി ഓടിച്ചു. ഈ തെരഞ്ഞെടുപ്പിലും 13 സീറ്റിൽ 6 സീറ്റ് പഞ്ചാബിൽ ജയിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. തവണ കോൺഗ്രസ് പഞ്ചാബ് ഭരിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ പറയണ്ട. ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളൊക്കെ പിന്നെ ഇവിടെ പറഞ്ഞ SDPയുടെ വോട്ട് വെച്ചു. ഞാൻ ചോദിക്കട്ടെ, ജമ്മു ആൻഡ് കാശ്മീരിൽ PDP എന്ന് പറയുന്ന പാർട്ടിയുമായി ബന്ധമുണ്ടാക്കിയത് BJP അല്ലേ? ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഞ്ചിനീയർ റഷീദ് എന്ന് പറയുന്ന വിധ്വംസ പ്രവർത്തകരെ തീഹാർ ജയിലിൽ നിന്ന് പുറത്തിറക്കി കാശ്മീർ വാലിയിൽ രഹസ്യമായി സഖ്യമുണ്ടാക്കി മത്സരിച്ചത് BJP അല്ലേ? പിന്നെ എന്ത് രാജ്യസ്നേഹമാണ് നിങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ളത്?